103 സങ്കീർത്തനം 17 വാക്യം. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായൊരു പ്രഭാതം കൂടെ അനുഭവിപ്പാൻ ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവ് വലിയവനും ശ്രേഷ്ഠനും നല്ല ഇടയനും നാഥനുമാണ്. ഈ കർത്താവ് ദയയുള്ള ശ്രേഷ്ഠ പുരോഹിതനാണ്. തൻ്റെ മക്കൾക്ക്, തൻ്റെ ഭക്തന്മാർക്ക് ദയയോടെ സ്നേഹവായ്പോടെ എന്നുമെന്നും പരിപാലനം നൽകുന്ന മഹാദൈവമാണ്. ആ ദൈവിക കൃപ എന്നത് നമുക്ക് നമ്മുടെ ജീവിതങ്ങൾക്ക് മാത്രമല്ല, സ്വർഗീയ പരിലാളനവും പരിപാലനവും ഒക്കെ മക്കൾക്ക്, തലമുറകൾക്ക് കൃപയാൽ ദാനം ചെയ്യുന്ന സർവശക്തനാണ്. ആ കർത്താവിലുള്ള ആശ്രയത്തിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ദൈവമക്കളുടെ വളർച്ച അനുഗ്രഹീതമായിരിക്കാനും ദൈവം കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ വിനയപ്പെടുമ്പോൾ സ്വർഗീയ പരിപാലനത്തിനായിട്ട് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തട്ടെ. കർത്താവ് ഞങ്ങൾക്ക് വലിയവനാണ്, ശ്രേഷ്ഠ ഇടയനാണ്, ഞങ്ങളുടെ ജീവിതാവശ്യങ്ങൾ കൂടെ ഉണ്ടാകുന്നവനാണ്. ലോകം അതിൻ്റെ മോഹങ്ങളോടെ, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, ദൈവാശ്രയമുള്ള ദൈവമക്കൾക്ക് സ്വർഗീയ സാന്നിധ്യം അനിവാര്യമാണ്. ആ സ്വർഗീയ സാന്നിധ്യത്താൽ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും തലമുറകളുമൊക്കെ വളരപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗീയ കൃപ ഞങ്ങൾക്കായിട്ട് പകരണമേ. അതിലൂടെ സാരമില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഇൻവശബ്ദം കേട്ട് ദൈനംദിനം ശക്തിപ്പെടുവാൻ ഇടവരുത്തണമേ. കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ സ്വർഗീയ പരിപാലനവും സ്വർഗീയ ദയയും അങ്ങയുടെ മക്കൾക്കോ ഒന്നിനും കുറവില്ലാത്ത അനുഭവമായിട്ട് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ ദയയോ എന്ന് വന്നേക്കും തൻ്റെ ഭക്തന്മാർക്ക്, അങ്ങയുടെ നീതിയോ മക്കളുടെ മക്കൾക്ക്, തലമുറകൾക്ക് അർത്ഥവത്തായി തീരും. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൽ വിജയം പ്രാപിക്കുന്നവരായിട്ട് തീരുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. ജീവിതാവശ്യങ്ങൾ കൂടെ ഉണ്ടാകണമേ. പ്രാരാബ്ദങ്ങൾ കൂടെ ഇരിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഞങ്ങളങ്ങേ കാണുവാനിട വരുത്തണമേ. ബലഹീനരാണ് നാഥ, ബലമുള്ള കരങ്ങളിൽ വഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം, സഹവാസം, കൂട്ടായ്മ നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.